നവജാത ശിശുവിനെ കൊന്നത് സ്വന്തം അമ്മ തന്നെയാണെന്ന് ഉറപ്പു പറയുന്നു. അമ്മ എന്നൊരു പദത്തിന് ഈ ഒരു സ്ത്രീ അർഹതയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അമ്മ എന്ന് പറയുന്നത് അത്രയും ഒരു ദൈവികമായിട്ടുള്ള ഒരു ഇതാണ് അല്ലേ. കാരണം അമ്മ എന്ന ഒരു വിളി കേൾക്കണമെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഭാഗ്യം വേണം. അതങ്ങനെ എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല. ഇത്രയോ ആളുകൾ ഇങ്ങനെ കുഞ്ഞുങ്ങളില്ലാതെ ഇങ്ങനെ പ്രാർത്ഥനയും വഴിപാടും കുറേ ചികിത്സകളായിട്ട് ഇങ്ങനെ നടക്കുന്ന കുറേ ആളുകളുണ്ട്. അവർക്കൊന്നും കിട്ടാത്തൊരു ഭാഗ്യമാണ് അല്ലേ നമുക്കും, അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടിക്കൊക്കെ ഇപ്പോൾ കിട്ടിയത്. ആ ഒരു ഭാഗ്യത്തെയാണ് ആ ഒരു സ്ത്രീ തട്ടി മാറ്റിയെടുത്തത് എന്ന് പറയുന്നത് അല്ലേ. ഈ ഭൂമിയിൽ തന്നെ ഇല്ലാണ്ടാക്കിയത്. ആ ഒരു സ്ത്രീ ഒരിക്കലും അമ്മ എന്ന് വിശേഷിപ്പിക്കാനുള്ള ഒരു അർഹതയും ആ ഒരു സ്ത്രീക്ക് ഉണ്ടെന്ന് തോന്നുന്നില്ല അല്ലെ. ഒരമ്മക്കില്ല സ്വന്തം കുഞ്ഞിനെ ഇങ്ങനെ കൊല്ലാനോ ഒന്നിനും. ഇത് നമുക്കൊന്നും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു മേലെ ഒരു മുറിവ് ഏൽക്കുന്നത് പോലും നമുക്കൊന്നും സഹിക്കാൻ പറ്റില്ല. ആ നമ്മുടെ ഒരു അമ്മ എന്ന് പറയുന്ന ഒരാൾ ഇങ്ങനെ ഒരു സ്വന്തം കുഞ്ഞിനെ എന്താ പറയുക ശ്വാസം മുട്ടിച്ചിട്ട് കൊല്ലണം എന്നുള്ള ഒരു അവസ്ഥയിലെത്തുമ്പോൾ ആ പെണ്ണ് ഒരിക്കലും ആ ഒരു സ്ത്രീ ഒരിക്കലും ആ ഒരു അമ്മ എന്ന ഒരു വാക്കിനുള്ള അർഹത ഇല്ല അല്ലേ. അവർക്കൊന്നും ആ ഒരു വാക്കിനുള്ള അർഹത ഒരിക്കലും ഇല്ല. പോലീസിൻ്റെ ഏറ്റവും വലിയൊരു സംശയമായിരുന്നു കുട്ടിയെ വലിച്ചെറിഞ്ഞതിലാണോ കുട്ടി മരിച്ചത്, അല്ലെങ്കിൽ കുട്ടി ജനിക്കുമ്പോൾ കുട്ടിക്ക് ജീവൻ ഉണ്ടായിരുന്നു എന്നതൊക്കെയായിരുന്നു പോലീസിന് ഏറ്റവും വലിയൊരു സംശയം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് ആ സ്ത്രീ എന്നെ തുറന്ന് സമ്മതിച്ചിട്ടുണ്ട് കുട്ടിയെ ശ്വാസം മുട്ടിച്ചിട്ട് കൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട് അല്ല. എങ്ങനെയാണ് അങ്ങനെ കഴിയുന്നത്? അതിനാണ് ഞാൻ പറയുന്നത് ആ ഒരു സ്ത്രീ ഒരിക്കലും നമുക്ക് അമ്മ എന്ന് വിശേഷിപ്പിക്കാനുള്ള ഒരു അർഹതയും ആ ഒരു സ്ത്രീക്കില്ല അല്ലേ. തെറ്റ് പറ്റുന്നത് സ്വാഭാവികമാണ്. ഏതൊരു മനുഷ്യനായി പറഞ്ഞാലും തെറ്റ് നമുക്ക് പറ്റിയിരിക്കില്ല. ഏതൊരു മനുഷ്യനായാലും എന്തെങ്കിലുമൊക്കെ ഒരു തെറ്റ് പറ്റും, അത് സ്വാഭാവികമാണ്. പക്ഷെ അത് ക്ഷമിക്കലാണ് ദൈവികം എന്ന് പറയുന്നത് അല്ലേ. നിന്നോട് ക്ഷമിക്കുന്നവരാണെങ്കിൽ നിന്നോട് ക്ഷമിക്കട്ടെ, നീ ഒരു തെറ്റ് ചെയ്തു പോയി. അപ്പോൾ ആ ഒരു തെറ്റിൻ്റെ എന്താ പറയുക, ആ ഒരു പാപം എന്ന് പറയുന്നത് നീ തന്നെ അനുഭവിക്കണം. നീ ഒരു തെറ്റ് ചെയ്തതിന് പേരിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകി. ആ ഒരു കുഞ്ഞിനെ നീ നോക്കണമായിരുന്നു. മറ്റാരും തന്നെ കൂടെ ഇല്ലെങ്കിലും നീ നിന്ന് നോക്കണമായിരുന്നു. നിനക്ക് പറ്റിയൊരു തെറ്റാണ്, അപ്പോൾ നീ തന്നെ ആ ഒരു കുഞ്ഞിനെ നോക്കണം. ആ ഒരു കുഞ്ഞ് ഇതിലൊരു തെറ്റും ചെയ്തിട്ടില്ല അല്ലേ. നീ ചെയ്തൊരു തെറ്റ് ആ ഒരു കുഞ്ഞ് അതിനെന്തിനാ അനുഭവിക്കണം? ഒരിക്കലും അനുഭവിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നീ എന്ത് ചെയ്യണം? ആര് നിൻ്റെ കൂടെ ഇല്ലെങ്കിലും നീ ആ ഒരു കുഞ്ഞിനെ നോക്കണമായിരുന്നു. അതാണ് നീ ആ ഒരു കുഞ്ഞിനോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സത്യസന്ധത എന്ന് പറയുന്നത്. ഇതൊന്നുമല്ലാതെ ആ ഒരു കുഞ്ഞിനെ എങ്ങനെയൊക്കെ നശിപ്പിക്കണം എന്നുള്ള ഒരു കാര്യങ്ങളാണ് ആ ഒരു ഗർഭം ധരിച്ചത് മുതലേ ആ ഒരു സ്ത്രീ ചിന്തിച്ചിരുന്നത്. ഇൻ്റർനെറ്റിലൊക്കെ ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ടെന്ന് പറയണം. എങ്ങനെ കുഞ്ഞിനെ നശിപ്പിക്കാം, ഗർഭകാലത്തെ അലസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് നോക്കി. അപ്പോഴൊന്നും പറ്റായിട്ടാണ് ലാസ്റ്റ് ഈ ഒരു അവസ്ഥയിൽ ഇപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. എന്തായാലും ആ ഒരു കുഞ്ഞിനോട് ഈ ഒരു ക്രൂരത ചെയ്ത് നിനക്ക് ഒരിക്കലും മാപ്പില്ല. നീ അതിനായിട്ടുള്ള തക്കതായിട്ടുള്ള ശിക്ഷ നീ അനുഭവിക്കുക തന്നെ വേണം. നീ ഒരു പക്ഷേ ആ ഒരു കുഞ്ഞിന് ജന്മം നൽകി അതിനെ വളർത്തിയാൽ ഒരു പക്ഷേ നീ ചെയ്ത പാവങ്ങൾക്കുള്ള പരിഹാരം അത് തന്നെ ആവുമായിരുന്നു. കാരണം നീ ചെയ്ത തെറ്റ് നീ തന്നെ അത് അനുഭവിച്ച് തീർക്കുകയാണെങ്കിലാണ് അതിന് യഥാർത്ഥ ഒരു പാപപരിഹാരം ലഭിക്കുകയുള്ളൂ. നീ ഇപ്പോൾ ചെയ്തത് അതിനും വലിയൊരു തെറ്റാണ്. നീ ആ ഒരു കുഞ്ഞിന് ജന്മം നൽകിയത് മാത്രമല്ല ആ ഒരു കുഞ്ഞിനെ തന്നെ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാണ്ടാക്കി. ഇതിനുള്ള ശിക്ഷ നിനക്ക് തീർച്ചയായിട്ടും കിട്ടണം.